എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ സൂപ്പർ താരമായ ലിത്വാനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ ഫെദോർ സെർണിച്ചിനെ ലൂണയുടെ പകരക്കാരനായി ലൂണയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൊണ്ടുവന്നു. എന്നാൽ ലൂണ തിരിച്ചെത്തിയതോടെ ഫെദോർ ഇപ്പോൾ ടീം വിട്ടിരിക്കുകയാണ്. ഫെദോറിന്റെ കരാർ കഴിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. എന്നാൽ ആഗ്രഹങ്ങൾ പലതും ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും അദ്ദേഹത്തെ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫെദോർ സെർണിച്ച് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിലും തുടരാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് ഞാൻ മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൂടിയാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് കൂടിയാലോചനകൾ നടത്തി ഞാനൊരു തീരുമാനമെടുക്കും. അങ്ങനെയായിരുന്നു ഫെദോർ സെർണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫെദോർ സെർണിച്ചും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും നടത്തിയ ചർച്ച പരാജയമായതുകൊണ്ട് തന്നെ ഫെദോർ ടീം വിട്ടിരിക്കുന്നു. ഫെദോറിന് ടീമിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ലൂണ വന്നതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമില്ലാതിരുന്നത്. കാരണം ലൂണയെ പോലൊരു പ്ലെയർ ഉള്ളപ്പോൾ ഫെദോർ സെർണിച്ച് പോലെ ഒരു മികച്ച താരത്തെ ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫെദോറിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നു. എന്തായാലും ആ 3 മാസത്തെ കോൺട്രാക്റ്റിലാണ് ഫെദോറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഫെദോർ സെർണിച്ച് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു. എന്തായാലും ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഫെദോർ സെർണിച്ചും ആ 3 മാസം കാലം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് കീഴടക്കിയത്. എന്തായാലും ഫെദോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു.